ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കണം, അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് അനുവാദം ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ വരും. കാരണം MP-മാർ മത്സരിക്കേണ്ടെന്നൊക്കെ ഒരു തീരുമാനം ദേശീയ നേതൃത്വം എടുത്താൽ, അങ്ങനെയാണെങ്കിൽ തനിക്ക് അതിൽ വിയോജിപ്പുണ്ട്, അതൃപ്തിയുണ്ട് എന്ന് അറിയിക്കുന്നതാണല്ലോ കെ സുധാകരന്റെ ഡൽഹിയിൽ നിന്നുള്ള തിരക്കിട്ടുള്ള മടക്കം. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നീക്കുമ്പോൾ ചില ഒത്തുതീർപ്പ് ധാരണകളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ചില വാഗ്ദാനങ്ങളും ഉറപ്പുമൊക്കെ കെ സുധാകരൻ നൽകിയിരുന്നു എന്നുമൊക്കെ അക്കാലത്ത് വിവരങ്ങളായി പുറത്തു വന്നതാണ്. ഇത് എങ്ങനെയായിരിക്കും നേതൃത്വം സെറ്റിൽ ചെയ്യുക? ഗോപികൃഷ്ണൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിലേക്ക് എത്തിയതോടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, അതിൽ MP-മാർ ഉൾപ്പെടെയുള്ളവർ സീറ്റിന് വേണ്ടിയുള്ള സമ്മർദ്ദം മുറുക്കുകയാണ്. കെ സുധാകരൻ കണ്ണൂരിൽ അണികളെ കൊണ്ട് പോസ്റ്ററൊട്ടിച്ചും അല്ലെങ്കിൽ സ്വന്തമായി അദ്ദേഹം നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും ഒരു സമ്മർദ്ദമേറ്റുമ്പോൾ അടൂർ പ്രകാശിനെ പോലുള്ളവർ സാമുദായിക ഇടപെടലടക്കം നടത്തി വീണ്ടും മത്സരിക്കാനുള്ള അനുമതി തേടാനുള്ള ശ്രമത്തിലാണ്. UDF അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ വലിയ തോതിലുള്ള തിക്കിത്തിരക്ക് കോൺഗ്രസിനകത്ത് കാണാം. അതാണ് നമ്മൾ ഈ ദിവസങ്ങളായി വരുന്ന വാർത്തകളിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ MP-മാർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയാൽ, ഒരാൾക്ക് നൽകിയാൽ മറ്റ് പലർക്കും ഇതേ ആവശ്യക്കാരുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഇളവ് നൽകേണ്ടി വരും എന്നതാണ് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും ഒക്കെ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അവിടെ കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വന്നാൽ അവിടെ ഇനി സുധാകരനെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയെ അണിനിരത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ തോതിലുള്ള വിജയം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിലുള്ള പ്രശ്നങ്ങളടക്കം ചിന്തിക്കുന്നു. അതോടൊപ്പം കെ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കൺസേണാണ്. അദ്ദേഹത്തിന് പഴയ പോലെയുള്ള ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളതുള്ള സംശയങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളും കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സുധാകരൻ അത്തരം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും അത്തരം ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ സുധാകരൻ കണ്ണൂരിൻ്റെ ഒരു വികാരമാണ്, കോൺഗ്രസിൻ്റെ വികാരമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPIM-നോട് മത്സരിച്ച് CPIM-നോട് എതിരിട്ട് അവിടെ പാർട്ടി വളർത്തുകയും പാർട്ടി പ്രവർത്തകരിൽ ആവേശവും ഊർജ്ജവും പകർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു നെടുന്തൂൺ പോണം നിൽക്കുന്ന നേതാവാണ് സുധാകരൻ. അപ്പോൾ സുധാകരൻ മത്സരിക്കണം എന്ന് പറയുമ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൊരു ആവേശമാണ്, ഒരു വികാരമാണ്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളും മറ്റും കണ്ണൂരിൽ നിന്ന് വരുന്നത് തീർത്തും സ്വാഭാവികമാണ്. കാരണം അത്രയ്ക്ക് പ്രവർത്തകരെ സംരക്ഷിച്ച, പ്രവർത്തകർക്ക് ഒപ്പം നിന്ന് പടപൊരുതിയ നേതാവാണ് സുധാകരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ കടന്നു വന്ന കനൽ വഴികൾ മറ്റു പലരും മറന്നെങ്കിലും താൻ മറക്കില്ല എന്ന് പറയുമ്പോൾ കണ്ണൂരിൽ തന്റെ ത്യാഗപരിതമായ പ്രവർത്തനത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് കെ സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയിരിക്കുന്നത് എന്ന കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. എങ്കിൽ പോലും ഇതൊന്നും കോൺഗ്രസ് നേതൃത്വം എങ്ങനെ കണക്കിലെടുക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, ദേശീയ നേതൃത്വം മറ്റാലോചനകൾ നടത്തുന്നുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.